ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ രാവിലെ 6 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ സൺറൈസ് ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് റീസെൻ്റായിട്ട് ഇവിടുത്തെ ഈ ചൂട് കാരണം മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ തല കുളിച്ചതിന് ശേഷം നല്ലപോലെ കോൾഡും പനിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല നല്ല ചുമയും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഇങ്ങനെ ബ്രേക്കായി പോകുന്നുണ്ട് വോയിസ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ നല്ലപോലെ തൊണ്ടവേദനയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമാണല്ലോ. ഇവിടെ ചെന്നൈയിൽ ഇപ്പോൾ ചൂട് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മെയ് ഒരു 4th കഴിയുമ്പോഴാണ് ഇവിടെ കത്തിരി വെയിലെന്ന് പറയും. ഭയങ്കര ചൂടാണ്. ആ സമയത്ത് നമുക്ക് പുറത്തിറങ്ങാനും ഒന്നും പറ്റില്ല. ഇപ്പം നാട്ടിലത്തെ ചൂട് ഇപ്പോൾ എല്ലാവരും നല്ല ചൂടാണെന്ന് പറയുന്നുണ്ട്, ന്യൂസിലും കാണുന്നുണ്ട്. നാട്ടിലെ അമ്മയൊക്കെ വിളിക്കുമ്പോഴും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഡബിൾ ചൂടാണ് ഇവിടെ. വർഷങ്ങളായിട്ട് ഇവിടെ ചെന്നൈയിലെ ക്ലൈമറ്റ് അങ്ങനെയാണ്. ഇവിടെ ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസമൊക്കെ ആവണം. അതുവരെ ഇനി ചൂടാണ് കേട്ടോ. പതിയെ ഇനി ചൂട് ഇവിടെ കൂടി തുടങ്ങും. അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിനകത്ത് പോലും ഇരിക്കാൻ പറ്റില്ല. ഇപ്പോഴേ പറ്റുന്നില്ല, അത്രയ്ക്കും ചൂടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെന്നൈയിലുള്ളവർക്ക് അതൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റു, കുറച്ച് നേരം പുറത്തൊക്കെ നോക്കി നിന്നതിന് ശേഷം ഞാനാണിപ്പോൾ രാവിലെ നമ്മുടെ ഫിഷിന് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കി നിന്നതാണ്. ഇപ്പോൾ കൊടുത്തിട്ടില്ല. അതിനെയൊക്കെ കുറച്ച് നേരം ഒന്ന് നോക്കി നിന്നിട്ട് പിന്നെ വന്നിട്ട് വിളക്കൊക്കെ വെക്കണമായിരുന്നു കേട്ടോ. വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ ആമി എന്നോടൊപ്പം രാവിലെ എഴുന്നേറ്റ് വരുന്നുണ്ട്. അവൾക്ക് ഇപ്പോൾ സ്കൂളിൽ സമ്മർ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഗെയിംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒരാഴ്ചത്തെ ക്ലാസ്സാണ്. അപ്പോൾ എന്തായാലും വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കുന്നു എന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവളെ അങ്ങോട്ട് വിടാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് എന്നോടൊപ്പം. 6 മണിക്ക് എഴുന്നേറ്റു. അപ്പോൾ അവൾക്കാണ് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാനുള്ള ഡ്യൂട്ടി കൊടുത്തേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അവളുടെ 2 ബോട്ടിലായിട്ട് ഇറങ്ങും. വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെടി ഇത്രയും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ രാവിലെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണേന്ന്. അങ്ങനെ അവൾ അവിടെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. രാവിലത്തെ നമ്മുടെ ഡ്രിങ്ക് ഇപ്പോൾ കുടിക്കുന്നതല്ല കേട്ടോ. കുറേ നാളായി ഞാനത് സ്റ്റോപ്പ് ചെയ്തിരുന്നിട്ട് വീണ്ടും നമ്മുടെ ജീരക വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ സാമ്പാർ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചൂട് കാരണം കൊണ്ട് രാവിലത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട് എല്ലാവരെ പോലെ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടുത്തെ ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിടത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങിയിട്ട് വീടൊക്കെ ഇങ്ങനെ ഒഴുങ്ങാനായിട്ട് വെച്ചേക്കുന്ന പോലെ തോന്നും കേട്ടോ. അത്രയ്ക്കും ചൂടാണ്. ഞങ്ങൾക്ക് AC ഒക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ഒന്നും AC ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. അതും മാത്രമല്ല, കുറച്ച് നേരം AC ഇട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് ഓഫ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് ആ ഒരു തണുപ്പ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് നല്ല പോലെ ചൂടിറങ്ങും കേട്ടോ വീട്ടിനുള്ളിൽ. ആ ഒരു ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം AC ഇടാറില്ല. അഥവാ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യും. 5-10 മിനിറ്റോ ഇട്ടിട്ട് ഓഫ് ചെയ്യും. അത്ര നല്ലതും അല്ലല്ലോ ശരീരത്തിന് എപ്പോഴും AC ഇട്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ ആമിയും ഞാനും കൂടെ വന്നിട്ട് ഫിഷിന് ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. നമ്മളുടെ അടുത്ത് 2 ടൈപ്പിലുള്ള ഫിഷ് ഫുഡ് ഉണ്ട്. ഇപ്പോൾ ഗപ്പിയുടേതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫുഡും ഉണ്ട്. ചൂണ്ട് വിരലുണ്ടല്ലോ, അതിൽ ഒന്ന് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അവർ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മീനുകളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നല്ല ടെൻഷനും ഉണ്ട് എനിക്കും ഹസ്ബൻഡിനും എന്തെങ്കിലും സംഭവിക്കുമെന്ന്. പക്ഷെ എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ ഇവർ കുറച്ച് നാൾ ജീവിക്കും എന്നുള്ളത്. കാരണം കുറച്ച് വലിയ ടാങ്ക് ആണല്ലോ. പിന്നെ ഇവിടെ ചൂട് തുടങ്ങിയിട്ടും ഇല്ല, ഇങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നോക്കാം. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ മീനുകളെയൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് ഇവരുടെ കളികളൊക്കെ കാണാനായിട്ട്. ഇതിനകത്തൊരു ബ്ലാക്ക് കളറിലുള്ള ഏഞ്ചൽ കണ്ടോ, ഇത് ഭയങ്കര ശല്യമാണ്, എല്ലാവരെയും കൊത്തുന്നുണ്ട്, നല്ല പോലെ കടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ആ ഒരു മീന് മാത്രമാണ് കുറച്ച് കുസൃതിയാണ് ഉള്ളതിൽ. കുറച്ച് വലുതും ആ ഏഞ്ചൽ ഫിഷാണ്. അപ്പോൾ മീനിൻ്റെ കൂടെ കുറച്ച് നേരം കളിയും തമാശയൊക്കെ പറഞ്ഞു നിന്നിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതിങ്ങനെ ഓടി അടുത്തോട്ടൊക്കെ വരാറുണ്ട് കേട്ടോ. നമ്മുടെ സൗണ്ട് മനസ്സിലായിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നല്ലപോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് മീനുകളൊക്കെ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ വന്നിട്ട് ദോശമാവ് എടുത്ത് പുറത്ത് വെച്ചേക്കാനായിട്ടോ. ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശമാവ് അരച്ചിട്ടുണ്ടല്ലോ ഉടനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ചൂടിൽ പുളിച്ച് പൊങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. മറ്റേത് നമ്മൾ പുളിപ്പിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ നല്ല പോലെ ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഈ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ജീരക വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. സാമ്പാർ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇന്നത്തെ സാമ്പാറിൽ സ്പെഷ്യലായിട്ട് ഞാനിന്ന് ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഈ റീസെൻ്റായിട്ട് നമ്മൾ ഭവ്യം വെജിൽ കഴിക്കാൻ പോയപ്പോൾ ക്യാപ്സിക്കം സാമ്പാർ കിട്ടിയായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് ചൂട് കാലത്ത് സ്മാർട്ടായിട്ട് വീട്ടിലെ ജോലികൾ തീർക്കാൻ വേണ്ടുന്ന കുറച്ച് ടിപ്സ് നോക്കാം. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും നല്ലൊരു പരിഹാരം. കാരണം ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 7 മണി കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കിച്ചണിലെ പണികളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പക്ഷേ ഈ ചൂട് കാരണം കൊണ്ട് കിടന്ന് ഉറങ്ങി പോവല്ലേ. പക്ഷേ എന്നാലും മാക്സിമം ഒരു 6 മണിക്കെങ്കിലും എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും എല്ലാം ഞാൻ രാവിലെ തന്നെ അങ്ങ് ചെയ്ത് വെക്കും. അപ്പോൾ രാവിലെ ഒരു 6 മണിക്കും 10 മണിക്കും ഇടയിൽ തന്നെ നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ. ഈ സമയത്താണ് നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം നല്ല എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. ആ ചൂടിൻ്റെ ഒരു ആഘാതം പെട്ടെന്ന് അങ്ങോട്ട് അടിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് എല്ലാ ജോലികളും കൂടി ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ നോക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് പഴയതുപോലെ എല്ലാ ജോലികളും അങ്ങനെ സ്മാർട്ടായിട്ട് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ ജോലികളെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നൊരു ദിവസം കിച്ചണിലെ ഡ്യൂട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ക്ലീനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ നാളെ നിങ്ങൾ ബെഡ്റൂമിലെ കാര്യങ്ങൾ ചെയ്യുക. പിറ്റേ ദിവസം ലിവിങ് റൂമിലെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ തുണി കഴുകാനുള്ളതും നിങ്ങൾ ഒന്നട വിട്ടൊക്കെ കഴുകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. മാക്സിമം വാഷിംഗ് മെഷീൻ ഉള്ളവരാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതൊക്കെ രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം വെയിൽ താഴുന്നതിന് ശേഷം, ഞാൻ എപ്പോഴും വൈകുന്നേര സമയത്താണ് തുണികൾ കഴുകി വിരിക്കുന്നത്. ഈ പകൽ സമയത്ത് ഈ ചൂടിൽ നമ്മൾ തുണികൾ കൊണ്ടുപോയി വിരിച്ചിടുന്നേക്കാളും നല്ലത് വൈകുന്നേരത്തെ വെയിലിൽ ഇടുന്നതാണ് കേട്ടോ. കാരണം രാവിലെ തുണികൾ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലപോലെ അതിൻ്റെ കളറ് പോവും, നല്ലപോലെ ഫെയ്ഡാവും. അത്രയ്ക്ക് ചൂടാണല്ലോ ഇങ്ങനെ അടിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്മാർട്ടായിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ എന്താണ് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതെ, ഇപ്പോൾ കുറേ കറികളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചോറ് കഴിക്കാതെ കുറച്ച് 1-2 കറികളിൽ ഒതുക്കുക കേട്ടോ. പിന്നെ ഉണ്ടാക്കുന്ന കറികൾ 2-3 ദിവസത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ചെയ്താൽ അത്രയും നല്ലതാണ്. നമുക്ക് അത്രത്തോളം ജോലി കുറഞ്ഞ് കിട്ടും. ഇപ്പോൾ സാമ്പാറൊക്കെ ഞാനിപ്പോൾ വയ്ക്കുന്ന സാമ്പാർ 2 ദിവസത്തേക്ക് വരും, 2-3 ദിവസത്തേക്കൊക്കെ വരും. ഇല്ലെങ്കിൽ 2-3 നേരമൊക്കെ എടുക്കുവാണെങ്കിൽ എങ്ങനെ പോയാലും ഞങ്ങൾക്ക് 2 ദിവസം വരാറുണ്ട്. അപ്പോൾ കുറച്ച് ബൾക്കായിട്ട് തന്നെ ആഹാരം കുക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചൂട് സമയത്ത് നമ്മൾ കുക്ക് ചെയ്യുന്നത് കുറേ നേരത്തേക്ക് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കർ യൂസ് ചെയ്യാം, ഇൻഡക്ഷൻ സ്റ്റൗ യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എന്നും ഇങ്ങനെ ചോറും കറിയൊന്നും തന്നെ കഴിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് കഞ്ഞിയോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വെജ് സാലഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്, അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചും കൂടി ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന, അതുപോലെ തന്നെ നോ കുക്കിംഗ് ആയിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യാം കേട്ടോ. അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നേരം കഴിച്ചാൽ പോരെ. പ്രത്യേകിച്ച് ചൂട് സമയത്ത് ഒരുപാട് കറികളൊന്നും കൂട്ടി കഴിക്കണമെന്നൊന്നും ഞങ്ങൾക്കൊന്നും നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ വീട്ടിലെ രീതി പല രീതിയിലായിരിക്കുമല്ലോ. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇഷ്ടങ്ങളും കൂടിയൊക്കെ മാനിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ മെനു ഒക്കെ തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ചോറും കറിയും അങ്ങനെയൊന്നും വെക്കാറില്ല. കൂടുതലും ഞാനിങ്ങനെ വെറൈറ്റി റൈസാണ് ചെയ്യുന്നത്. 1 പോട്ട് റെസിപ്പിയാണ്. അതാകുമ്പോൾ കുക്കറിൽ നമുക്ക് ഒരു തവണ അങ്ങ് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഡേയിലും എടുക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 2-3 നേരമൊക്കെ കഴിക്കാം. ഇപ്പോൾ വെറൈറ്റി റൈസ് എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ്, കർഡ് റൈസ്, സാമ്പാർ റൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. മിക്കവാറും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ റെസിപ്പിയൊക്കെ ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇപ്പോൾ റെസിപ്പീസ് ഒന്നും കാണിക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ തൈര് കൊണ്ടുള്ള വിഭവങ്ങൾ കൂടുതലും കഴിക്കാനായിട്ട് ശ്രമിക്കാട്ടോ ഈ സമയത്ത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരുപാട് തൈരൊന്നും കഴിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ കോൾഡ് പിടിക്കും. എൻ്റെ ശരീരം അങ്ങനെയാണ് കേട്ടോ, പെട്ടെന്ന് കോൾഡ് വരുന്നൊരു ശരീരമാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ വീട്ടമ്മമാർ പണികൾ ചെയ്യുന്നതിനിടയിൽ വെള്ളം കുടിക്കാൻ മറന്നു പോകുമല്ലേ. അപ്പോൾ
അപ്പോൾ ഒരിക്കലും വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്. ഡീഹൈഡ്രേഷൻ ആവാതിരിക്കാൻ തന്നെ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും വെള്ളം തന്നെ കുടിക്കണമെന്നില്ലല്ലോ. ഇടയ്ക്കൊക്കെ നാരങ്ങ വെള്ളം, സംഭാരം, മോര് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കുടിക്കാനായിട്ട് ശ്രമിക്കട്ടെ. പിന്നെ ഇല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് അധികമായിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് വെച്ചേക്കുക. ഇപ്പോൾ വാട്ടർ മെലനൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കഴിക്കുക. അതുപോലെ തന്നെ ഓറഞ്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. വേറെ ആരും വന്ന് ശരിയാക്കി തരത്തില്ല. എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കുമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ വിഡ്ഢികളായിട്ട് ഇരിക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. നമ്മുടെ ജോലികൾക്കിടയിൽ നമ്മുടെ ഹെൽത്തും കൂടി നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആപ്പ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ടൈമൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് കുക്കിംഗ് ചെയ്യുക കേട്ടോ. ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കണം. എപ്പോഴും കിച്ചണിൽ കിടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് വേണം ജോലികൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരേ കണക്കിന് കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് ബാക്ക് പെയിനും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷനും എല്ലാം വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബോട്ടിൽ നമുക്കെടുത്ത് കുടിക്കാൻ പാകത്തിന് അടുത്ത് തന്നെ വെച്ചേക്കേട്ടാ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ചെയർ എടുത്ത് കിച്ചണിൽ ഇട്ടേക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇരുന്നൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, തലേ ദിവസം എന്തെങ്കിലും ഒരു പ്രീ പ്രിപ്സ് ചെയ്ത് വെച്ചേക്കാട്ടെ. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, എന്തിനാണ് അതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷേ നമ്മുടെ ജോലികൾ സ്മാർട്ടായിട്ട് തീർക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാലേ പറ്റുള്ളൂ. ഇപ്പോൾ തേങ്ങ ചിരകുന്നതോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുന്നതോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കുന്നത്, ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി വെക്കുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലെ പണികൾ കുറയ്ക്കാൻ പറ്റും. ഇപ്പോഴത്തെ ചൂട് കാലത്ത് അതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും പലരും വിചാരിക്കുന്നത്. പക്ഷേ എന്നാലും നിങ്ങളിപ്പോൾ TV കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്നൊരു സമയം കാണുമല്ലോ, ഫോണൊക്കെ നോക്കിയിരിക്കുന്ന സമയത്തൊക്കെ ഒരു സൈഡിൽ കൂടി ഈ പണികളൊക്കെ ചെയ്യാട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടി മക്കളെ കൂടിയൊക്കെ ഉൾപ്പെടുത്തുക. വീട്ടുജോലികളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൂടി കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ. എല്ലാം കൂടി ഒറ്റയ്ക്ക് കിടന്ന് ചെയ്ത് ആരോഗ്യമൊന്നും ഇല്ലാതാക്കി കളയാതെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുക. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് വരത്തില്ല. അങ്ങനെ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുള്ള വീടുകളിലാണെങ്കിൽ സ്മാർട്ടായിട്ട് നമുക്ക് തലേ ദിവസം തന്നെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാനേ നിവർത്തിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാട്ടോ. ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ള പോയിന്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വീട്ടിൽ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ 3 പേരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുക്കിങ്ങിൽ അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും മോളാണെങ്കിലും എന്ത് കൊടുത്താലും കഴിച്ചോളും കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു വ്രതത്തിൻ്റെ സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഫുഡ് നമ്മൾ വളരെ കുറച്ചാണ് കഴിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളുടെ വീട്ടിൽ. കാരണം നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ രീതിയും ഭക്ഷണ രീതിയാണെങ്കിലും പെരുമാറ്റ രീതിയാണെങ്കിലും ഒന്നും ഇതുപോലെ ആയിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളും പ്ലാൻ ചെയ്യുക. എന്നാലും ഇതിൽ നിന്ന് കുറച്ചെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ പോയിന്റ്സ് ഞാൻ പറയാത്തതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ മറക്കരുത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ സമയത്ത് ഫോളോ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചേക്കേട്ടോ, മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ സംസാരിക്കുന്നിടയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തായിരുന്നു കേട്ടോ ഞാൻ പോയിട്ട്. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഒന്ന് നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ രാവിലെ തന്നെ കുറച്ച് തേങ്ങ അധികം തന്നെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ വന്നിട്ട് തേങ്ങയൊക്കെ ഒന്നെടുത്ത് പകുതി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ കോക്കനട്ട് റൈസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോക്കനട്ട് റൈസ് ഞാൻ ഒത്തിരി തവണ ചെയ്ത് നോക്കി. റീസെൻ്റ് ആയിട്ടാണ് ഞാനിത് ചെയ്യാനായിട്ട് പഠിച്ചത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സംഭവമാണ്. ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. നമ്മളുടെ അടുത്ത് വേവിച്ച് വെച്ചേക്കുന്ന ചോറുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് തേങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ നല്ലപോലെ വാട്ടർ കണ്ടന്റും കിട്ടും. അതുപോലെ തന്നെ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരം നല്ലതുമാണ്. സ്കിൻ ഗ്ലോ ആവാനും ഒക്കെ നല്ലതാണ് കേട്ടോ. തേങ്ങ നല്ലതാണല്ലോ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് ഉള്ള റെസിപ്പി ഞാൻ പറയാം. ആദ്യം പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കടുകും കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് വട്ടത്തിൽ അരിഞ്ഞതാണ്. എന്നിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ ഏകദേശം അരമുറി തേങ്ങ മുഴുവനായിട്ടും ചിരകി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്കിങ്ങനെ തേങ്ങ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. കായപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം അത് ചേർത്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ, മാത്രമല്ല വായൊന്നും ഉണ്ടാകാതിരിക്കുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചോറും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് കഴിഞ്ഞതെന്ന് നോക്കിയേ. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ബാസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്തിട്ട് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ വേറൊരു ലെവൽ തന്നെയാണ്. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നട്ട്സ്, പിന്നെ അതുപോലെ തന്നെ കടലപ്പരിപ്പ്, അതൊക്കെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ കപ്പലണ്ടി അതൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ല റിച്ച് ആവും. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, എൻ്റെ അടുത്ത് അതൊന്നും ഇല്ല കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. വെജിറ്റേറിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസ് നമ്മളിവിടെ തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് സമയവും ലാഭിക്കാൻ പറ്റുന്നുണ്ട്, മാത്രമല്ല നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് വേണമല്ലോ. ഇതിന് സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ ഇതൊക്കെയാണ് വെക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ എഗ് പ്ലാന്റ് ഫ്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട്, അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എഗ് പ്ലാന്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങൾ. ആദ്യം തന്നെ വട്ടത്തിൽ ഇതൊന്ന് മുഴുവനായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പാത്രം ചെറുതായതുകൊണ്ടാണ് കേട്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചാണ് ചേർക്കേണ്ടത് കേട്ടോ. ഒരുപാട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് വെന്ത് വരുമ്പോഴേക്കും ഉപ്പിൻ്റെ അളവ് കൂടിപ്പോകും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആ സൈഡിലിരിക്കുന്ന കട്ടിംഗ് ബോർഡിനെ കുറിച്ച് എന്നോട് ഷബാന ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന്. അത് പ്യുവർ വുഡ് അല്ല കേട്ടോ, അത് പ്ലൈവുഡും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു മോഡലാണ്. പക്ഷേ നല്ലതാണ്, പക്ഷേ സ്ലിപ്പറി ആവുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, എനിക്ക് കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് പറയാമെന്ന് കരുതി. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർത്തത് കുഴമ്പ് മുളക് പൊടിയാണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അതില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് സാമ്പാർ പൊടി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. മുളക് പൊടിക്ക് പകരം സാമ്പാർ പൊടി ചേർക്കുവാണെങ്കിൽ മുളക് പൊടി ചേർക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ കുഴമ്പ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ കുക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബ്രിഞ്ചാളാണെങ്കിലും ഇതുപോലെ ചെയ്യാം, പക്ഷേ എഗ് പ്ലാന്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. ഇത് ഞാനൊരു 5-6 മാസം മുന്നേ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നേക്കാളും ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ ഈ പാനിനകത്ത് വെച്ച് എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കൊണ്ടുപോയി ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം, അടച്ചും വെച്ചേക്കണം. പിന്നെ ഇത് ഇങ്ങനെ ഒന്ന് വെന്തൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ എന്തൊരു മണമാണെന്ന് അറിയാമോ. ശരിക്കും പറയാൻ എനിക്കിപ്പോൾ ഈ റെസിപ്പി കാണുമ്പോൾ തന്നെ നല്ലപോലെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. കാരണം അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, മറക്കരുത്. ഇത് നമ്മൾ സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും ഇപ്പോൾ എന്ത് വെറൈറ്റി റൈസിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ഒക്കെ ബെസ്റ്റ് സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് കോക്കനട്ട് റൈസും ബ്രിഞ്ചാൾ ഫ്രൈ ആയിരുന്നു കേട്ടോ, ബ്രിഞ്ചാൾ മെഴുക്ക് വരട്ടി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ദേ വന്നിട്ട് കുറച്ച് നേരം വീണ്ടും റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ തുണികൾ മടക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ദേ തുണികളാണെങ്കിൽ ഒരുപാട് മടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തുണികൾ കഴുകിക്കൊണ്ടിട്ടിട്ട് പിന്നീട് മടക്കാമെന്ന് വിചാരിച്ചിട്ട് ലേറ്റ് ആയതാണ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെറിയ റൂമിലാണ് വെച്ചിരുന്നത്. ചെറിയ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ എടുത്ത് സമയത്ത് മടക്കി വെക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് ഹാളിൽ കൊണ്ടുവന്ന് നമ്മുടെ സോഫയിലിട്ടു. അപ്പോൾ ഇങ്ങനെ കൊണ്ടിടുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൽ എപ്പോഴും ഇത് കാണുമല്ലോ. അപ്പോൾ നമുക്കതൊരു അരോചകമായിട്ട് തോന്നുമ്പോൾ കറക്റ്റായിട്ട് നമ്മളതെടുത്ത് മടക്കി വെക്കുമല്ലോ. അപ്പോൾ ഞാനിത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്നൊരു സംഭവമാണ്, ഒരു ജോലിയാണ്. അപ്പോൾ ഈ ചൂടും കൂടി ആയ കാരണം കൊണ്ട് നല്ല മടിയാണ് ഇതൊക്കെ ചെയ്യാനും. അങ്ങനെ എന്തായാലും കൈയോടെ തന്നെ എല്ലാം എടുത്തുനിന്ന് മടക്കി വെച്ചു. അപ്പോൾ അതേ ഇത്രയും തുണികളുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ കുറച്ചേ ഉള്ളെങ്കിലും ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളെങ്കിലും എടുത്തിട്ടുണ്ട് ഇത്രയും മടക്കി എടുക്കാനായിട്ട്. പിന്നെ അതേ
അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർമെലൺ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ചു. അപ്പോൾ ആമി വെക്കേഷൻ ക്ലാസ്സിന് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ വന്നതിന് ശേഷം അവൾ പോയി കിടന്ന് ഉറങ്ങുവാണ്. നല്ല ക്ഷീണമാണ്. അപ്പോൾ അവിടെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ ശരീരമൊക്കെ ഇളകുന്നതുകൊണ്ട് വന്നിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ അതേ ഞാനും ഹസ്ബൻഡും കൂടി വാട്ടർമെലൺ ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ വീഡിയോ എടുത്തതിൻ്റെ അന്നൊന്നും എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് തൊണ്ടവേദനയും പനിയും ഇതൊക്കെ സ്റ്റാർട്ടായത്. പിന്നെ അതേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും ആമിയും കൂടെ വന്നിട്ട് അവളുടെ പഴയ തുണികൾ കുറേ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും സെപ്പറേറ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ പിടിച്ചുകൊണ്ടിരുത്തിയതാണ്. ഞാനങ്ങനെ ഭയങ്കര ആധികാരികമായിട്ടൊന്നും അല്ല കേട്ടോ തുണി മടക്കുന്നത്. ഇങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ മടക്കി വെക്കുന്നത് പോലെ അത്രയും ക്ലീനായിട്ട് നീറ്റായിട്ടൊന്നും അല്ല ഞാൻ മടക്കുന്നത്. എനിക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് പറ്റുന്ന പോലൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കും കേട്ടോ. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ഞാനങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല. കാരണം നമുക്ക് എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും തുണികൾ മടക്കി വെക്കേണ്ടത്. അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ പ്രൊഡക്റ്റീവ് ആയൊരു ഡേ ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അത്രയൊക്കെയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.